السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي أنعم علينا وهدانا إلى دين الإسلام، وأفضل الصلاة وأتم السلام على سيدنا محمد بدر التمام وعلى آله وأصحابه الكرام. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിലെ മഗ്ഫിറത്തിൻ്റെ പത്തിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഓരോ അവസരങ്ങളാണ്. ജീവിതകാലത്ത് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത പാപികളാണ് നാം എല്ലാവരും. ആ പാപങ്ങളൊക്കെ പൊറുപ്പിച്ചെടുക്കാനുള്ള അവസരങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. അത് എല്ലാവരും ഉപയോഗപ്പെടുത്തണം. അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ടിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളെ റബ്ബിൻ്റെ മഗ്ഫിറത്തിലേക്ക് ഉളരിപ്പോവണം എന്നാണ്. ഉളരിച്ചെന്ന് റബ്ബിൻ്റെ പാപമോചനം നമ്മൾ നേടിയിരിക്കണം എന്നാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പാപമോചനം നമ്മെ തേടി ഇങ്ങോട്ട് വരില്ല, അത് തേടി നമ്മൾ അങ്ങോട്ട് പോകണം, ഉളരിപ്പോകണം. റബ്ബിനോട് കേണപേക്ഷിക്കേണ്ട അവസരമാണ്. നമ്മെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് നമുക്ക് റിസ്ക് നൽകിക്കൊണ്ടിരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല, അവനെ ധിക്കരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പലതും ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാരുണ്യവാനായ റബ്ബിൻ്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് ഇനി ഒരിക്കലും അത് ആവർത്തിക്കില്ല, വന്നുപോയത് അബദ്ധമാണ് എന്ന ഖേദത്തോടു കൂടി റബ്ബിനെ സമീപിച്ചാൽ തീർച്ചയായും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും. അതിന് നമ്മൾ റബ്ബിനോട് എപ്പോഴും ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ തന്നെ കാണാം, ഈ മാസത്തിൽ നിങ്ങൾ അധികരിപ്പിക്കണം, 4 കാര്യം അധികരിപ്പിക്കണം. 1, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്നുള്ള ആ സാക്ഷി പറയൽ. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ, നിങ്ങൾ പാപമോചനം തേടൽ. ഇത് രണ്ടും നിങ്ങളെ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന 2 കാര്യമാണ്. അൽഹംദുലില്ലാ, നമ്മളെല്ലാവരും ഷഹാദത്ത് ഉച്ചരിക്കുന്നവരാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. അതിങ്ങനെ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിന് തൃപ്തിയുള്ള കാര്യമാണ്. അതുപോലെ തന്നെ റബ്ബിനെ ഇസ്തിഗ്ഫാർ ചെയ്യുന്നതും. പിന്നെ 2 കാര്യം നമുക്ക് അത്യാവശ്യമായ കാര്യം, അതെന്താണോ കൂടാതെ കഴിയൂല. അത് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, സ്വർഗത്ത് കടക്കുക, നരകത്തുനിന്ന് കഴിച്ചിലാകുക എന്നുള്ളത്. നരകത്ത് കടന്നിട്ട് സ്വർഗത്ത് പോയാൽ പോരാ, നരകത്തുനിന്ന് കഴിച്ചിലാവും വേണം, സ്വർഗത്ത് കടക്കും വേണം എന്നത് നമ്മുടെ അങ്ങേയറ്റത്തെ ആഗ്രഹമാണ്, ആവശ്യമാണ്. അത് റബ്ബിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ 4 കാര്യം ഈ മാസത്തിൽ നിങ്ങൾ അധികരിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അതാണ് നമ്മൾ ഈ മാസത്തിൽ ചൊല്ലുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അത് കൂടുതൽ ചൊല്ലുക. ഇസ്തഗ്ഫിറു എന്നാണ് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത്. ഇത്ര എണ്ണമൊന്നുമില്ല, എത്ര ചെല്ലാൻ പറ്റുമോ അത്രയും ചെല്ലുക. എന്നിട്ട് റബ്ബിൻ്റെ തൃപ്തി സമ്പാദിക്കുക.
നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരിക. റബ്ബിനോട് കേരിച്ച് മടങ്ങാൻ റബ്ബിനോട് കാണാപേക്ഷിക്കുക എന്നുള്ളത് റബ്ബിന് ഇഷ്ടമുള്ള കാര്യമാണ്. എത്ര തെറ്റ് ചെയ്തവനായാലും എന്നിലേക്ക് എൻ്റെ അടിമ തിരിച്ചു വന്നല്ലോ എന്ന നിലക്ക് നമ്മളോട് സന്തോഷമാണ് റബ്ബിനൊക്കെ ഉണ്ടാകുക. അതുകൊണ്ട് കുറ്റങ്ങളൊക്കെ മാറി നിന്ന് ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ മാഫ് ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഇത് അവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ റമദാൻ പ്രവാസ ലോകത്ത് പകുതിയായി, രണ്ടാമത്തെ പകുതിയിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇൻഷാ അള്ളാഹ് നമ്മുടെ നാട്ടിലും നാളെ പകുതിയാവും. അതുകൊണ്ട് ഈ അവസരത്തിൽ റമദാൻ പകുതിയായതിൻ്റെ ശേഷമുള്ള ഒരു വിശേഷം കൂടി നിങ്ങളോട് പങ്കുവെച്ച് നിർത്തുന്നതാണ്. അഥവാ നമ്മളെല്ലാവരും തറാവീഹും വിത്തറുമൊക്കെ നിസ്കരിക്കുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഒരു കഥയാണ് തറാവീഹും വിത്തറുമൊക്കെ നമ്മൾ നിസ്കരിക്കുന്നത്, കുത്തി പറഞ്ഞതും കൂടി. അതിൽ വല്ല വീഴ്ചകളും വന്നിട്ടുണ്ടെങ്കിൽ റബ്ബ് മാഫാക്കി തരുമാറാകട്ടെ. ഏതായാലും പകുതിക്ക് ശേഷമുള്ള വിശേഷം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പകുതിയിൽ വിത്തർ നിസ്കാരത്തിൽ ഖുനൂത്ത് ആരംഭിക്കും. നമ്മൾ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഖുനൂത്ത് ആരംഭിക്കുന്നത് അപ്പോഴാണ്. എന്താണ് ഈ ഖുനൂത്ത്? ഖുനൂത്ത് നമ്മൾ സുബഹിക്ക് ഖുനൂത്ത് ഓതലുണ്ട്. അതുപോലെ റമദാനിൻ്റെ അവസാനത്തെ പകുതിയിൽ വിത്തറിലും ഖുനൂത്ത് ഓതാറുണ്ട്. ഈ ഖുനൂത്ത് എന്താണോ? അവസാനത്തെ റക്അത്തിൽ ഇഅ്തിദാലിൽ റബ്ബനാ ലക്കൽ ഹംദൊക്കെ ചൊല്ലിയതിന് ശേഷം രണ്ട് കൈ ഉയർത്തി നമ്മൾ ചെയ്യുന്ന ദുആ, അത് രണ്ട് ദുആയും സ്തുതിവാക്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. ആദ്യം റബ്ബിനോട് ദുആ ചെയ്യുക, പിന്നെ അതിന് ശേഷം സ്തുതിവാക്യങ്ങൾ പറയുക, പിന്നെ സലാത്ത് കൊണ്ട് അവസാനിപ്പിക്കുന്ന ചില വചനങ്ങളാണ്. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്ത്. ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണ്, ഇമാമായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ ഇമാമ് അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്ത്. നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ത്? റബ്ബിനോട് ദ്വാരക്കാണ് നമ്മൾ. ഈ ദ്വാ ചെയ്യുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വല്ലവരും കൽബിൽ വരാറുണ്ടോ? ആ അർത്ഥം അധികം ആളുകൾക്കും വരാറുണ്ടാവില്ല. എന്തോ ഒരു അതിലിങ്ങനെ പഠിച്ചു വെച്ചത് അങ്ങനെയാണ് പറയുന്നു എന്നല്ലാതെ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കിയിട്ടല്ല നമ്മളധികം ആളുകളും ഇത് പാരായണം ചെയ്യുന്നത്. അങ്ങനെ പോരാ, അതിൻ്റെ അർത്ഥം കൂടി ചിന്തിച്ചുകൊണ്ടാവുമ്പോഴാണ് അതിൻ്റെ ഫലം യാഥാർത്ഥ്യമാകുക. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്ത്. അല്ലാഹുവേ, ഞങ്ങളെ നീ ഹിദായത്തിൽ നിലനിർത്തണേ എന്നാണ്. ഫീമൻ ഹദൈത്ത്, നീ ഹിദായത്തിലാക്കിയവരോടുകൂടെ. ഞങ്ങളെ മാത്രമല്ല, നീ ഒരുപാട് ആൾക്കാർ ഹിദായത്തിലാക്കിയിട്ടുണ്ടല്ലോ, അവരോടൊന്നിച്ച് ഞങ്ങളെയും നീ ഹിദായത്തിൽ നിലനിർത്തണേ. ഹിദായത്ത് എന്ന് പറയുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അല്ലാഹു തആല നമ്മളെ മുസ്ലിമാക്കി ജനിപ്പിച്ച മുസ്ലിം കുടുംബത്തിൽ ജനിപ്പിച്ചു. നമ്മുടെ നാട്ടിൽ ഏതെല്ലാം ജാതികളാണ്, അവിശ്വാസികളായ ആളുകൾ പലരുമുണ്ട്. ദൈവമുണ്ടെന്ന് പറയുന്നവരും ഇല്ലാത്തവരും പല ദൈവങ്ങൾക്ക് ആരാധിക്കുന്നവരും. ഇതെല്ലാത്തിൻ്റെയും കൂടി ഇടയിൽ നിന്ന് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് ഹിദായത്തിലേക്ക് വന്ന ഒരു വിഭാഗമാണ് നമ്മൾ. അപ്പം അള്ളാഹു തആല ചെയ്ത ഏറ്റവും വലിയ നിഅമത്ത് അത് തന്നെയാണ്. അത് എപ്പോഴും മരണം വരെ അത് നിലനിർത്തണം എന്നാണ് റബ്ബിനോട് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത് ഖുനൂത്തിലൂടെ. വആഫിനാ ഫീമൻ ആഫൈത്ത്. രണ്ടാമത്, അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ, സുഖം നൽകണേ അല്ലാ, നീ സുഖപ്പെടുത്തിയ ആളുകളോടൊപ്പം. ആഫിയത്ത് പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എത്രയേ ആളുകൾക്ക് നോമ്പ് നോക്കാൻ ആഗ്രഹമുണ്ട്, തറാവീഹ് നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്, എല്ലാം ഉണ്ടായിട്ട് അവർക്ക് കഴിയുന്നില്ല. ആരോഗ്യ പ്രശ്നം കൊണ്ട്, രോഗങ്ങളെ കൊണ്ട്, കഷ്ടപ്പാടുകളെ കൊണ്ട് അവർക്ക് സാധിക്കാതെ വരുന്നു. അപ്പം അൽഹംദുലില്ലാ, നമുക്ക് അല്ലാഹു തആല ആഫിയത്ത് തന്നു, നോമ്പെടുക്കാൻ കഴിയുന്നു, തറാവീഹ് നിസ്കരിക്കാൻ കഴിയുന്നു. ആ ആഫിയത്ത് നീ നിലനിർത്തണേ അല്ലാ.
وعافني فيمن عافيت وتولني وتولنا فيمن توليت. നീ കാര്യങ്ങൾ ഏറ്റെടുത്ത വിഭാഗത്തിൽ ആ കൂട്ടത്തിൽ ഞങ്ങളുടെ കാര്യം നീ ഏറ്റെടുക്കണേ അല്ലാ. വബാരിക് ലനാ ഫീമാ ആതൈത്, നീ ഞങ്ങൾക്ക് നൽകിയത് എന്തൊക്കെ ഉണ്ടോ അതിലൊക്കെ ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ. മക്കൾ തന്നിട്ടുണ്ട്, ഭാര്യമാരെ തന്നിട്ടുണ്ട്, ഭർത്താക്കന്മാരെ തന്നിട്ടുണ്ട്, സമ്പത്ത് തന്നിട്ടുണ്ട്, എന്തൊക്കെ തന്നിട്ടുണ്ടോ, ഇൽമ് തന്നിട്ടുണ്ട്, ഇതിലെല്ലാത്തിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. വഖിനാ ശർറ മാ ഖദൈത്, ഞങ്ങൾക്ക് നീ വിധിച്ച ഒന്നിന് ഷർറ്, അതിന് ഷർറ് ഞങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. നീ വിധിച്ചത് സംഭവിക്കും, പക്ഷേ അതിൻ്റെയുള്ള നാശം, വിപത്ത് ഞങ്ങൾക്ക് നീ കാക്കണേ അല്ലാ. ഇതാണ് ആദ്യത്തെ പ്രാർത്ഥനാ വചനങ്ങൾ. ആമുഖം അതാണ്. ഇതുവരെയാണ് പ്രാർത്ഥനാ വചനങ്ങൾ. ഇത് ഇമാം ഇങ്ങനെ ബഹുവചനമായിട്ട് പറയുമ്പോൾ മൗമൂമിങ്ങൾ ആമീൻ എന്ന് പറയണം. പിന്നെ അതിന് ശേഷമുള്ളത് ആണ് സ്തുതിവാക്യങ്ങൾ. ഫഇന്നക തഖ്ദി വലാ യുഖ്ദാ അലൈക വഇന്നഹു ലാ യദില്ലു മൻ വാലൈത വലാ യഉസ്സു മൻ ആദൈത തബാറക്ത റബ്ബനാ വതആലൈത ഫലക്കൽ ഹംദു അലാ മാ ഖദൈത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക. ഇതൊക്കെ സ്തുതിവാക്യങ്ങളാണ്. അത് ഇമാമു ചൊല്ലണം, ബാക്കിലുള്ള മൗമൂമിങ്ങളും അതുപോലെ ചൊല്ലണം. ഫഇന്നക തഖ്ദി വലാ യുഖ്ദാ അലൈക, ഇമാം ഉറക്കെ പറയണം, മൗമൂമിങ്ങൾ പതുക്കെ ചൊല്ലണം. ഫഇന്നക തഖ്ദി വലാ യുഖ്ദാ അലൈക, പക്ഷേ നീ വിധിക്കുന്നവനാണ്, നിന്റെ മേൽ വിധിക്കപ്പെടുകയില്ല. വഇന്നഹു ലാ യദില്ലു മൻ വാലൈത, നീ സഹായിച്ചവൻ നിസ്സാരനാവുകയില്ല. വലാ യഉസ്സു മൻ ആദൈത, നീ ശത്രുത വെച്ചവൻ യോഗ്യനാവുകയില്ല. തബാറക്ത റബ്ബനാ വതആലൈത, റബ്ബേ നീ ഖൈറും ബറക്കത്തും അധികരിച്ചവനായി പരിശുദ്ധനായി. ഫലക്കൽ ഹംദു അലാ മാ ഖദൈത, നീ എന്ത് വിധിച്ചോ അതിനൊക്കെ നിനക്കാണ് സ്തുതി. അതിൻ്റെ പേരിലെല്ലാം എല്ലാ സ്തുതിയും നിനക്ക് തന്നെയാണ്. അസ്തഗ്ഫിറുക വനതൂബു ഇലൈക, ഞങ്ങൾ എന്നോട് പാപമോചനത്തെ തേടുന്നു, നിന്നിലേക്ക് ഖേദിച്ച് മടങ്ങുന്നു എന്ന് അർത്ഥം വരുന്ന സ്തുതിവാക്യങ്ങൾ. പിന്നെ അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തും നബിയുടെ കുടുംബത്തിൻ്റെ പേരിലും സഹാബത്തിൻ്റെ പേരിലൊക്കെ സ്വലാത്ത് ചൊല്ലി അവസാനിപ്പിക്കുക. ഇതാണ് ഖുനൂത്ത്. അതിൻ്റെ ചുരുക്കമാണ് നിങ്ങളെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചത്. അതൊക്കെ ഒന്ന് മനസ്സിരുത്തി. ഖുനൂത്ത് പ്രവാസ ലോകത്തിൽ നിന്ന് ആരംഭിക്കും. നാളെ രാത്രി മുതൽ നാട്ടിലും ആരംഭിക്കുന്നതാണ്. അപ്പോൾ ആ വിവരം ഒന്ന് ഉണർത്തി എന്ന് മാത്രം. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ അമലുകളും നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെയും ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഈ റമദാൻ, ഈ നോമ്പ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ വിഭാഗത്തിൽ ഞങ്ങളാരെയും ഉൾപ്പെടുത്തില്ല അല്ലാ. റബ്ബേ, ഞങ്ങളോടും ഞങ്ങൾക്ക് ബന്ധപ്പെട്ടവർക്കും പല മുറാദുകളുണ്ട്. നീ ഹാസിലാക്കണേ അല്ലാ, നീ ഹാസിലാക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളോട് ബന്ധപ്പെട്ട പലർക്കും പലവിധ അസുഖങ്ങളുണ്ട്. റബ്ബേ, നീ ശിഫയാക്കണേ അല്ലാ, നീ ശിഫയാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അറ്റാക്കിനെ തൊട്ട് കാക്കണേ അല്ലാ. ക്യാൻസർ രോഗത്തെ തൊട്ട് കാക്കണേ അല്ലാ. കിഡ്നി വീക്കിനെ തൊട്ട് കാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സിന്റെ പൊരുത്തത്തിലായി നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, മറ്റ് ബന്ധപ്പെട്ടവർ, ഇഷ്ടജനങ്ങൾ, ഉസ്താദുമാർ, ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. റബ്ബേ, ഖബറിൻ്റെ അകത്താണ്. അവരെ ഖബറുകൾ നീ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ അല്ലാ, സ്വർഗത്തോപ്പാക്കണേ അല്ലാ. നരകക്കുണ്ടാക്കരുതേ അല്ലാ. വല്ല പ്രയാസവും ഒരു അനുഭവിക്കുന്നുണ്ടെങ്കിൽ റബ്ബേ, നീ സലാമത്ത് നൽകണേ അല്ലാ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തിനും പൊറുക്കണേ അല്ലാ. മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാ. മുസ്ലിമീങ്ങൾക്കെതിരെ തിരിയുന്ന ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാ. ഫലസ്തീൻ ജനതയുടെ അവസ്ഥ റബ്ബേ വളരെ കഷ്ടപ്പാടാണ്. അവർക്ക് നീ സലാമത്ത് നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.